ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോയിലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം. കാണാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ വേഗം കാണണം കേട്ടോ. കണ്ട് ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ലീസ് ഫിനാൻസിങ് എന്നുള്ള ചാപ്റ്ററിലെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും നമ്മൾ ഈ മർജർ സ്ട്രാറ്റജി പോലെ തന്നെ റിപ്പീറ്റായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലീസ് ഫിനാൻസിങ്ങിലെ ക്വസ്റ്റ്യൻ. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചാലോ? ക്വസ്റ്റ്യൻ നോക്കാം. XYZ Limited requires an equipment costing ₹10 lakh which can be utilized over a period of 5 years. അപ്പോൾ നമ്മുടെ XYZ കമ്പനിക്ക് ഒരു എക്യുപ്മെന്റ് വേണം. എത്ര ലക്ഷം രൂപയുടെ? 10 ലാഖിന്റെ. അതിന്റെ പീരീഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5 ഇയർ ആണ്. 5 കൊല്ലത്തേക്കാണ് ഈ എക്യുപ്മെന്റ് നമുക്ക് വേണ്ടത് കേട്ടോ. അതിൽ ഇറ്റ് ഹാസ് 2 ഫിനാൻസിങ് ഓപ്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അറേഞ്ച്മെന്റ് ഓഫ് എ ലോൺ ഓഫ് ₹10 lakh at 13% per annum. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് നമുക്ക് ലോൺ എടുക്കാമെന്നാണ്. അസറ്റ് വാങ്ങിക്കാൻ നമുക്ക് ലോൺ എടുക്കാം. എത്രയാണ്? 10 ലക്ഷം രൂപ ലോൺ എടുക്കാം. 13% ഇൻട്രസ്റ്റ് റേറ്റിൽ. അതിന് റീപേയ്മെന്റ് കണ്ടീഷൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. വിച്ച് ക്യാൻ ബി റീപേയബിൾ ഇൻ 5 ഈക്വൽ ഇയർ ആൻഡ് ഇൻസ്റ്റാൾമെന്റ്സ്. കണ്ടോ, അത് ഈ 10 ലക്ഷം രൂപ 13% ഇൻട്രസ്റ്റിന് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നമുക്കത് റീപേയ്മെന്റ് നടത്തിയിരിക്കണം. അതെങ്ങനെ? ഈക്വൽ ഇയർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. എല്ലാ കൊല്ലവും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അത് ഇയർ എൻഡിലാണ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് വരേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ബിഗിനിങ് ഓഫ് ദി ഇയറിലായിരിക്കും ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നടത്തുക. അപ്പോൾ ബിഗിനിങ് ആണെങ്കിൽ ചെറിയ കാൽക്കുലേഷനിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻഡ് ഓഫ് ദ പീരീഡ് ആണോ ബിഗിനിങ് ഓഫ് ദ പീരീഡ് ആണോ എന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി ദ എക്യുപ്മെന്റ് ക്യാൻ ബി സോൾഡ് for ₹1 lakh at the end of 5 years. അപ്പോൾ 5 കൊല്ലം അറ്റ് ദ എൻഡ് ഓഫ് 5th ഇയറിൽ നമ്മൾ 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഈ അസറ്റ് വിൽക്കുകയും ചെയ്യാം. ഓക്കെ, 5 കൊല്ലത്തേക്ക് നമുക്ക് ആവശ്യമുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വിൽക്കാം എന്നാണ് പറഞ്ഞേക്കണേ. എത്ര ലക്ഷം രൂപയ്ക്ക്? 1 ലക്ഷത്തിന്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്നാണ് നമുക്ക് തന്നിട്ടുണ്ട്. ₹1 lakh ആണെന്ന്. ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ ലോൺ എടുക്കുക, ആ ലോണിന്റെ കാശ് കൊണ്ട് അസറ്റ് വാങ്ങിക്കുക, 5 കൊല്ലം ഉപയോഗിക്കുക, 5ാമത്തെ കൊല്ലം 1 ലക്ഷം രൂപയ്ക്ക് ആ അസറ്റ് വിൽക്കാം. ഓക്കെ, ഇനി അതിൻ്റെ പേയ്മെന്റിന്റെ കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കിയോക്കെ. ലീസിംഗ് ദ equipment for a period of 5 years at an yearly rental of ₹3,30,000 payable at the year end. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്. ഇപ്പം നമ്മളിനി ലോൺ എടുക്കാനൊന്നും പോകണ്ട. രണ്ടാമത്തെ ഓപ്ഷനിൽ എന്ത് ചെയ്താൽ മതി? ലീസിന് ഈ അസറ്റ് അങ്ങോട്ട് വാങ്ങിക്കുക. എത്രയാണ് ലീസിന് ഉപയോഗിക്കാം? വാങ്ങിക്കുക. എത്ര കൊല്ലത്തേക്ക്? 5 കൊല്ലത്തിന് ലീസിന് എടുക്കുക. എത്രയാ ലീസ് റെന്റലായിട്ട് കൊല്ലം ഇയർ എൻഡിൽ കൊടുക്കേണ്ടത്? 3,30,000. അപ്പോൾ ഇവിടെ ഇയർ എൻഡിലാണ് ലീസ് റെന്റൽ ആണെങ്കിലും ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിലും അടയ്ക്കേണ്ടത്. എത്ര ലക്ഷം രൂപ? 3,30,000 ആണ് ലീസ് റെന്റലായിട്ട് ഇയർ എൻഡിൽ കൊടുക്കേണ്ടത്. ഇനി അടുത്ത ഡാറ്റ എന്താ പറഞ്ഞേക്കണേ നോക്കി. ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. നമ്മൾ സ്വന്തമായിട്ട് അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ. P&L ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് സേവിങ് കിട്ടും. അപ്പം അത് എത്രയാ? 15% അത് ഏത് മെത്തേഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ലീസിങ്ങിന്റെ ക്വസ്റ്റ്യനിൽ 2 തരത്തിലാണ് ഡിപ്രീസിയേഷൻ തരാറുള്ളത്. ഒന്നെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ ഈ കണക്കിൽ തന്നിരിക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് കേട്ടോ. ഇനി ഇൻകം ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 35%, ഡിസ്കൗണ്ട് റേറ്റ് 12%, അഥവാ PV ഫാക്ടർ 12% തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ നോക്കൂ. അഡ്വൈസ് വിച്ച് ഓപ്ഷൻ ഈസ് ദ ബെസ്റ്റ്. ഏത് ഓപ്ഷനാണ്? ഈ 2 ഓപ്ഷനിൽ ഏത് സെലക്ട് ചെയ്യണം? അത് ലോൺ എടുത്തിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യണോ അതോ ലീസിന് അസറ്റ് നമുക്ക് എടുക്കണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പം എന്തായാലും നമ്മുടെ ഔട്ട്ഫ്ലോ ആണ് വരുന്നത് അല്ലേ? രണ്ടിലും ഔട്ട്ഫ്ലോ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുക
ഇതൊക്കെ എങ്ങനെയാണ്? ഔട്ട്ഫ്ലോ ഏറ്റവും കുറവുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഔട്ട്ഫ്ലോ എന്താണ് ഏറ്റവും കുറവുള്ളത്. അപ്പോൾ ഇൻഫ്ലോയുടെ ആയി ബന്ധപ്പെട്ട ഡിസിഷൻ ആണെങ്കിൽ ഇൻഫ്ലോ ഏറ്റവും കൂടുതലുള്ളത്, ഔട്ട്ഫ്ലോ ആയി ബന്ധപ്പെട്ട ഡിസിഷൻ ആണെങ്കിൽ ഔട്ട്ഫ്ലോ ഏറ്റവും കുറവുള്ളത്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്ഫ്ലോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിലെയും സെക്കൻഡ് ഓപ്ഷനിലെയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രസന്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ ഏറ്റവും കുറവ് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുമ്പോഴാണോ അതാണ് നമുക്ക് എന്താണ് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഓപ്ഷന് പേര് കൊടുത്തു ബോറോ ആൻഡ് ബൈ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്തു തുടങ്ങുകയാണ്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുത്തു ബോറോ ആൻഡ് ബൈ ഓപ്ഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. ഇത് നമ്മൾ ഈ ഓപ്ഷനിൽ ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ ഓപ്ഷനിൽ ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 5 സ്റ്റെപ്പായിട്ടാണ്. ചില കണക്കിൽ 4 സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ കണക്കിൽ 5 സ്റ്റെപ്പായിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 5 സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് 1 ആണ് നമ്മൾ പറയണത്. സ്റ്റെപ്പ് 1. ഓക്കെ, ബോറോ ചെയ്യുന്നതിന് എന്താണ് നമുക്ക് റീപേയ്മെൻറ്റ് എല്ലാ കൊല്ലവും എൻഡിൽ ഈക്വൽ എമൗണ്ട് റീപേയ്മെൻറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റീപേയ്മെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് കണക്കിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റീപേയ്മെൻറ്റ് ചെയ്യേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം മനസ്സിലായോ? ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നറിയണം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവിറ്റി പി വി ഫാക്ടർ. കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവിറ്റി പി വി ഫാക്ടർ. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാ? 10 ലക്ഷം രൂപ. നമ്മൾ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ പോകുന്നത് 10 ലക്ഷം രൂപയാണ്. ഇനി ആനുവിറ്റി പി വി ഫാക്ടർ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അത് നമ്മുടെ നമ്മുടെ പ്രസന്റ് വാല്യൂ ടേബിൾ എടുക്കുക. ആ ടേബിളിൽ ടേബിൾ 2 ആണ് എടുക്കേണ്ടത്. ആ ടേബിൾ 2 ഏത് ടേബിളാണ് എടുക്കേണ്ടത്? ടേബിൾ 2 എടുക്കുക. അതിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര വർഷമാണ് റീപേയ്മെൻറ്റ് നോക്കുക. എത്രയാ? 5 വർഷം. അപ്പോൾ 5ാമത്തെ വർഷത്തിൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ് നോക്കുക? 13%. അതിൽ എത്രയാണ് ആനുവിറ്റി പി വി ഫാക്ടർ നോക്കണം. അപ്പോൾ എങ്ങനെ നോക്കുക? 50 ഇയറിൽ 13% ആണ് നോക്കേണ്ടത്. ഏതിലാണ്? ടേബിൾ 2. നമുക്കൊന്ന് നോക്കിയാലോ. ടേബിൾ 2 എടുക്കാം. ഇതാണ് ടേബിൾ 2 വരണത്. ശ്രദ്ധിക്കുക, ടേബിൾ 2 എടുക്കുക. അതിൽ ഇയർ ഇവിടെ 5th ഇയർ ഉണ്ടോ? ഇതാണ് ഇയർ, N ആണ് ഇയർ എന്ന് പറയുന്നത്, R ആണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5th ഇയർ എടുക്കാം. 5th ഇയറിൽ എത്രയാണ്? 5th ഇയറിൽ 13%. പെർസെൻറ്റേജിൽ 13. 5th ഇയർ കണ്ടോ? ഇതാണ് നമ്മുടെ റേറ്റ് വരുന്നത്. കണ്ടോ? 3.517. മനസ്സിലായോ? 5th ഇയറിൻ്റെ നേരെ 13%. കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതി ആനുവിറ്റി പി വി ഫാക്ടർ എത്രയാണ്? 3.517. ക്ലിയർ ആയോ? അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ കൊല്ലം കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഓരോ കൊല്ലം കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് നോക്കി നോക്കിയേ. ഓരോ കൊല്ലം കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്താണ്? 2,84,333 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമുക്ക് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു കേട്ടോ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 കണ്ടുപിടിക്കണം. ഈ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെ ഔട്ട്ഫ്ലോ ആണ്. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഔട്ട്ഫ്ലോ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വല്ല ഇൻഫ്ലോസ് ഉണ്ടോ നോക്കണം. അത് ഈ ഔട്ട്ഫ്ലോ ഒന്ന് കുറയ്ക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഇൻഫ്ലോ എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രസ്റ്റ് നമ്മൾ P&L ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ടാക്സ് സേവിങ് കിട്ടും. ഇത് നമ്മുടെ ഇൻഫ്ലോ ആണ്. അത് ഈ ഔട്ട്ഫ്ലോ നിന്ന് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ മുകളിൽ ടാക്സ് സേവിങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് 2 ആണ് നമ്മൾ ഇനി ചെയ്യുന്നത്. സ്റ്റെപ്പ് 2 ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഓക്കെ, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു ടേബിൾ പോലെ വരയ്ക്കണം. എന്താണ്? എത്ര കോളമാണെന്ന് ചോദിച്ചാൽ 6 കോളം നമ്മൾ വരയ്ക്കണം. ആദ്യത്തെ കോളത്തിന് ഇയർ എന്ന് പേര് കൊടുത്തു ഞാൻ. സെക്കൻഡ് കോളത്തിൽ ഓരോ ഇയറിലും, കാരണം 5 കൊല്ലത്തേക്കല്ലേ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 5 കൊല്ലത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫസ്റ്റ് ഇയർ കോളം. ദെൻ ഓരോ കോളത്തിലെയും ഓപ്പണിംഗ് ബാലൻസ്
ബാലൻസ് ഓഫ് ലോൺ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളം കൊടുത്തു. ദെൻ എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഓരോ കൊല്ലം കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എഴുതാൻ വേണ്ടി മൂന്നാമത്തെ കോളം കൊടുത്തു. നാലാമത്തെ കോളം നമ്മൾ ഇൻട്രസ്റ്റ് എഴുതാൻ വേണ്ടി കൊടുത്തു. അഞ്ചാമത്തെ അതിൽ ആ ഇൻസ്റ്റാൾമെൻറ്റിലുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതാൻ വേണ്ടി അടുത്ത കോളം കൊടുത്തു. ലാസ്റ്റ് കോളം ക്ലോസിംഗ് ബാലൻസ് എഴുതാൻ വേണ്ടി കൊടുത്തു. ക്ലോസിംഗ് ബാലൻസ് ആണ് ലാസ്റ്റ് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ബാലൻസ്. അങ്ങനെ നമുക്ക് 6 കോളുള്ള ഒരു ടേബിളാണ് വരയ്ക്കേണ്ടത്. അതിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലോൺ എത്രയാണ് നോക്കിയേ. ലോൺ 10 ലക്ഷം രൂപയുടെ ലോൺ അല്ലേ എടുത്തിരിക്കണേ. അപ്പോൾ 10 ലക്ഷമാണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലോൺ. ഫസ്റ്റ് ഇയർ എൻഡിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയി കൊടുക്കേണ്ടത് 2,84,333 രൂപയാണ്. ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ. 10 ലക്ഷമല്ലേ ഓപ്പണിംഗ് ബാലൻസ് കിടക്കണേ, അതിൻ്റെ മുകളിൽ 13% അല്ലേ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 13% അല്ലേ. അപ്പോൾ 13% എത്രയാണെന്ന് നോക്കണം. 10 ലക്ഷത്തിൻ്റെ മുകളിൽ 13% എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് വരിക. അതായത് 1,30,000 രൂപ. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായോ. ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഒരു പോർഷനാണ് ഇൻട്രസ്റ്റ്. അടുത്ത പോർഷൻ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ. ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് 2,84,333 ആണ്. അതിൽ ഇൻട്രസ്റ്റ് 1,30,000 ആണെങ്കിൽ ബാക്കിയുള്ളതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത് കോളം. അപ്പോൾ ഫിഫ്ത്ത് കോളത്തിലെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായോ. തേർഡ് കോളത്തിൻ്റെ ആൻസറിൽ നിന്നും ഫോർത്ത് കോളത്തിൻ്റെ ആൻസർ മൈനസ് ചെയ്താൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ആയി. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇവിടെ എത്രയാണ് വരണം നോക്കിയാൽ 1,54,333 രൂപ. ഓക്കെ, ഇനി ഈ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ആണ്. നമുക്കറിയാലോ ഓപ്പണിംഗ് ബാലൻസ് നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 10 ലക്ഷം. അതിന്ന് 1,54,333 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ ആറാമത്തെ കോളത്തിൽ എങ്ങനെ കിട്ടണമെന്ന് മനസ്സിലായോ. 2 മൈനസ് ചെയ്താൽ മതി. രണ്ടാമത്തെ കോളത്തിൽ നിന്നും അഞ്ചാമത്തെ കോളം മൈനസ് ചെയ്താൽ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അതായത് എത്ര രൂപ കിട്ടും നോക്കി. 8 ലക്ഷത്തി ക്ലോസിംഗ് ബാലൻസ് 8,45,667 രൂപയാണ് ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ കൊല്ലം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കൊല്ലം നോക്കിയേ. ആദ്യത്തെ കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് രണ്ടാമത്തെ കൊല്ലത്തെ ഓപ്പണിംഗ് ബാലൻസ് വരിക. അപ്പോൾ എത്ര വരിക നോക്കിയേ. 8,45,667. അതാണ് സെക്കൻഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ്. സെക്കൻഡ് ഇയറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എത്ര തന്നെയാണ്? 2,84,333 രൂപ തന്നെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് എത്രയാണ് നോക്കിയേ. ഈ ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാണുക. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 8,45,667. അതിൻ്റെ 13%. ക്ലിയർ ആയോ? എപ്പോഴും ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ് നോക്കിയേ. 1,09,937. ഓക്കെ, ആ ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് കുറച്ചാൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് വരിക നോക്കണം കേട്ടോ. 1,74,396 രൂപ. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് വരിക. ഈ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്ന പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് 6,71,271. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറിലെയും നമ്മുടെ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ഇയർ നോക്കാം കേട്ടോ. തേർഡ് ഇയറിൽ എത്രയാണ് വരിക? ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ എത്രയാണ് വരണേ? 6,71,271. അതാണ് ഓപ്പണിംഗ് ബാലൻസ് വരിക. അതിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ വ്യത്യാസമൊന്നുമില്ല. 2,84,333. ഓക്കെ, ഇൻട്രസ്റ്റ് ഇതിൻ്റെ മുകളിൽ 13%. ഇത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിൽ അത് എത്രയാണ് കണ്ടുപിടിക്കുക? അത് 87,200
65 വരുന്നത്. ഓക്കെ, അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് എന്താണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുന്നത് 1,97,068 ഓക്കെ. എന്നാണ് അതെന്ന് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാം. ഓപ്പണിംഗ് എന്ന് പ്രിൻസിപ്പൽ കുറച്ചാൽ ക്ലോസിംഗ് ബാലൻസ് കിട്ടും 4,74,203. ഓക്കെ, ഇനി തേർഡ് ഇയർ അപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഫോർത്ത് ഇയറിൽ കേട്ടോ. ഫോർത്ത് ഇയറിൽ ഇതേപോലെ തന്നെ 4,74,203 ഓപ്പണിംഗ് ബാലൻസ്. 2,84,334 നമ്മുടെ എന്ത് വരുന്നത് ഇൻസ്റ്റാൾമെന്റ് വരുന്നത്. ഇൻട്രസ്റ്റ് ഇതിൻ്റെ മുകളിൽ 4,74,203 മുകളിൽ എന്താണ് 13% ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് അപ്പോൾ 61,646 വരും. ദെൻ ഇൻസ്റ്റാൾമെന്റ് ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് 2,22,687 രൂപ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് വരും. അത് ഓപ്പണിംഗ് ബാലൻസ് എന്ന് കുറച്ചാൽ നമുക്ക് 2,51,516 രൂപ എന്താണ് ക്ലോസിംഗ് ബാലൻസ് വരും. അപ്പോൾ ഫോർത്ത് ഇയർ കഴിഞ്ഞു. ഇനി ഫിഫ്ത്ത് ഇയർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് ഫിഫ്ത്ത് ഇയറിൽ നമുക്ക് ഇതേപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി 2,51,516. ഇനി നമ്മൾ ഇൻസ്റ്റാൾമെന്റിലും വ്യത്യാസമൊന്നുമില്ല, കാരണം എല്ലാ കൊല്ലവും ഇൻസ്റ്റാൾമെന്റ് സെയിം തന്നെയാണ് നമ്മൾ കൊടുക്കണത്. നമ്മൾ കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഇനി നോക്കിയേ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇനി ഇവിടെ ക്ലോസിംഗ് ബാലൻസ് 0 വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസിന്റെ അത്രയും പ്രിൻസിപ്പൽ എമൗണ്ട് വന്നാലേ ക്ലോസിംഗ് ബാലൻസ് 0 ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് എത്ര എഴുതി? 2,51,516 എഴുതി. ഓക്കെ, അത്രയും പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോയാലേ ബാക്കി ക്ലോസിംഗ് ബാലൻസ് 0 വരുള്ളൂ, കാരണം 5ാമത്തെ കൊല്ലത്തോടുകൂടി നമ്മുടെ ലോൺ അവസാനിക്കണ്ടേ. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇൻസ്റ്റാൾമെന്റിൽ ഇത്രയും പ്രിൻസിപ്പളിലേക്ക് പോയാൽ ബാക്കിയുള്ളത് മാത്രമേ ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലാതെ നേരിട്ട് എന്താണ് ഓപ്പണിംഗ് ബാലൻസിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് ഇയറിൽ കേട്ടോ, ലാസ്റ്റ് ഇയറിൽ അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ആ ഓപ്പണിംഗ് ബാലൻസ് മുഴുവൻ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് എഴുതാം. എന്നിട്ട് ഇൻസ്റ്റാൾമെന്റിന് പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ, ഇൻസ്റ്റാൾമെന്റ് 2,51,333 അല്ലേ, അതിൽ നിന്നും എത്ര കുറയ്ക്കുക? 2,51,516 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഇവിടുത്തെ ഇൻട്രസ്റ്റ്. ഇപ്പം ഇൻട്രസ്റ്റ് എത്രയാണ് വരണേ നോക്കിയേ? 32,817 രൂപയാണ്. ഇതിനെ നമ്മൾ പറയുക അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ്, കാരണം നാളെ നമ്മുടെ എന്താണ് ക്ലോസിംഗ് ബാലൻസ് 0 ആവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് കൊല്ലം ചെയ്യേണ്ട ഒരു പ്രത്യേകത മനസ്സിലായോ? ഇൻട്രസ്റ്റിൽ ലാസ്റ്റ് കൊല്ലത്തെ ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ടാക്സ് സേവിംഗ് പോർഷൻ ആണ് നമ്മുടെ ഇൻഫ്ലോ വരുന്നത്. അത് നമുക്ക് ഈ ഔട്ട്ഫ്ലോ ഒന്ന് കുറയ്ക്കാനുള്ളതാണ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റിൽ കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് 2 ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മനസ്സിലായോ? ഇനി നമ്മൾ സ്റ്റെപ്പ് 3 പോകുന്നത്. സ്റ്റെപ്പ് 3 ഓക്കെ, 5 സ്റ്റെപ്പാണ് ഫസ്റ്റ് ഓപ്ഷനിൽ ചെയ്യാനുള്ളത്. അതിൽ 3ാമത്തെ സ്റ്റെപ്പാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സ്റ്റെപ്പ് 3. ഓക്കെ, സ്റ്റെപ്പ് 3 നമ്മൾ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ? അതും നമ്മൾ ബോറോ ആൻഡ് ബൈ ഓപ്ഷൻ ആകുമ്പോൾ നമ്മൾ സ്വന്തമായി അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം P&L. അങ്ങനെ ചാർജ് ചെയ്താൽ അതിൻ്റെ മുകളിൽ ടാക്സ് സേവിങ് കിട്ടും. ആ ടാക്സ് സേവിങ് നമ്മുടെ ഇൻഫ്ലോ ആണ്, അത് നമുക്ക് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോണത്? ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് മെത്തേഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ. അപ്പോൾ ഇതിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 15% ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 10 ലക്ഷം രൂപയാണ് അല്ലേ. അസറ്റിന്റെ ആദ്യത്തെ കൊല്ലത്തെ വില 10 ലക്ഷം രൂപയല്ലേ. അല്ലെ ഫസ്റ്റ് ഇയറിൽ അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. എത്രയുടെ മുകളിൽ? ഈ 10 ലക്ഷത്തിന്റെ മുകളിൽ 15%. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായോ? 10 ലക്ഷം രൂപയുടെ മുകളിൽ 15% ഡിപ്രീസിയേഷൻ വരിക. അതായത് എന്താണ് 1,50,50,000 ഡിപ്രീസിയേഷൻ വരിക. ഓക്കെ, അപ്പോൾ അത് കുറച്ചാൽ ബാക്കി 8,50,000 നമ്മൾ പറയുന്ന പേരാണ് റിട്ടേൺ ഡൗൺ വാല്യൂ. ഫസ്റ്റ് ഇയറിൽ എന്തില്ല റിട്ടേൺ ഡൗൺ വാല്യൂ. അത് തന്നെയാണ് സെക്കൻഡ് ഇയറിൽ ഓപ്പണിംഗ് വരിക. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഡിപ്രീസിയേഷൻ കാണാം.
ഓക്കെ. സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ 8 ലക്ഷത്തി, അതായത് ഈ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ മുകളിലാണ് കാണേണ്ടത്. അപ്പോൾ എത്രയാണ്? 8,50,000 മുകളിൽ എത്ര ശതമാനം? 15% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,27,500 രൂപയാണ് സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ വരിക. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതങ്ങോട്ട് കുറയ്ക്കാം. 8,50,000 കുറച്ച് സെക്കൻഡ് ഇയറിലെ റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടും. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നോക്കിയാൽ 8,50,000 കുറച്ച് 7,22,500 വരും. ഓക്കെ. അതിന്ന് തേർഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇതന്നെ 7,22,500 മുകളിൽ 15%. ഓക്കെ. അപ്പോൾ എത്രയാണ് നോക്കിയൊക്കെ? 7,22,500 മുകളിൽ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1,08,375. അതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ 6,14,125 എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ. ഓക്കെ. ഇനി അതിന്ന് ഫോർത്ത് ഇയർ ഡിപ്രീസിയേഷൻ നമുക്ക് കാണാം. കാരണം 5 വർഷത്തെ ഡിപ്രീസിയേഷൻ കാണണം. ഫോർത്ത് ഇയർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 6,14,125 മുകളിൽ 15% എന്ന് പറഞ്ഞാൽ എത്ര വരും? 92,119. ഓക്കെ. അത് നമുക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 5,22,600 കിട്ടും. ഓക്കെ. അത് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. ഇനി ഫിഫ്ത്ത് ഇയറിലെ ഡിപ്രീസിയേഷൻ കാണാം. ഫിഫ്ത്ത് ഇയറിലെ ഡിപ്രീസിയേഷൻ ഓക്കെ. എത്രയാണ് വരിക നോക്കിയേ? 5,22,600 15%. ഓക്കെ. എന്താണ്? 78,301 വരുന്നത്. ഇതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ അവിടെ കണ്ടുവരുന്നോട്ടെ കേട്ടോ. കാരണം നമുക്ക് എന്താണ് ഇവിടെ ലോസ് ഓൺ സെയിൽ വരുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഈ റിട്ടേൺ ഡൗൺ വാല്യൂ അത്യാവശ്യമാണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് നമ്മുടെ കംപ്ലീറ്റ് ആയി. നോക്കിയേ, തേർഡ് സ്റ്റെപ്പിൽ വെച്ചിട്ട് എല്ലാ കൊല്ലത്തെയും ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ, ഇത് സെക്കൻഡ് ഇയറിലെ, ഇത് തേർഡ് ഇയറിലെ, ഇത് ഫോർത്ത് ഇയറിലെ, ഇത് ഫിഫ്ത്ത് ഇയറിലെ. മനസ്സിലായോ? ഇതിൻ്റെ ടാക്സ് സേവിങ് പോർഷനാണ് നമുക്ക് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ അല്ല, ഇൻഫ്ലോ എന്താണ്? ഡിപ്രീസിയേഷൻ്റെ ടാക്സ് സേവിങ് പോർഷൻ ആണ് കേട്ടോ. അത് നമുക്ക് എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാം ടാക്സ് സേവിങ് പോർഷൻ എത്രയാണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് മനസ്സിലായോ? ഇനി നമുക്ക് ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോവാം. 5 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോവാം. ഫോർത്ത് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഫോർത്ത് സ്റ്റെപ്പ് 4. ഫോർത്ത് സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ, ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ലോസ് ഓൺ സെയിൽ. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു എന്താണ് 5ാമത്തെ കൊല്ലം നമ്മൾ 1 ലക്ഷം രൂപയ്ക്കാണ് അസറ്റ് വിൽക്കുന്നത് എന്ന്. ഓക്കെ. നമ്മുടെ ഇതിൽ കണ്ടു നമ്മുടെ 5ാമത്തെ കൊല്ലത്തിലെ അസറ്റിൻ്റെ വാല്യൂ എത്രയാണ് നോക്കി കിടക്കണത്? 4,43,705 രൂപ റിട്ടേൺ ഡൗൺ വാല്യൂ ഉള്ള അസറ്റാണ് നമ്മൾ സ്ക്രാപ്പിന് വിറ്റത് 1 ലക്ഷത്തിന്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ലോസ് ഓൺ സെയിലല്ലേ വന്നേക്കണത്. ആ ലോസ് ഓൺ സെയിലിന് നമ്മൾ P&L ഡെബിറ്റ് ചെയ്താൽ നമുക്ക് ടാക്സ് സേവിങ് കിട്ടും. ആ ടാക്സ് സേവിങ് 3ാമത്തെ ഇൻഫ്ലോ ആണ്. ഇതുമായി ബന്ധപ്പെട്ട 3ാമത്തെ ഇൻഫ്ലോ. ഇതൊക്കെ നമ്മുടെ ഔട്ട്ഫ്ലോ ഒന്ന് കുറയ്ക്കേണ്ടതാണ് കേട്ടോ. ഓരോ കൊല്ലത്തെയും ഔട്ട്ഫ്ലോന്ന് അതാത് കൊല്ലത്തെ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫ്ലോസ് നമുക്ക് ലെസ് ചെയ്യണം. അപ്പോൾ അതിൽ 5ാമത്തെ വർഷം മാത്രം കിട്ടുന്ന ഒരു എക്സ്ട്രാ ഇൻഫ്ലോ ആണ് ഈ എന്താണ് ടാക്സ് ലോസ് ഓൺ സെയിലിൻ്റെ മുകളിലുള്ള ടാക്സ് സേവിങ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. ലോസ് ഓൺ സെയിൽ എത്രയാണെന്ന് അറിഞ്ഞാലല്ലേ 5ാമത്തെ വർഷം കിട്ടുന്ന ടാക്സ് സേവിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 5ാമത്തെ വർഷത്തെ ലോസ് ഓൺ സെയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോസ് ഓൺ സെയിൽ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ലോസ് ഓൺ സെയിൽ കണ്ടുപിടിക്കാൻ പോവാണ്. ലോസ് ഓൺ സെയിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ലോസ് ഓൺ സെയിൽ ഹെഡിങ് കൊടുത്തു കേട്ടോ. ലോസ് ഓൺ സെയിൽ കണ്ടുപിടിക്കുന്നത് ആദ്യം റിട്ടേൺ ഡൗൺ വാല്യൂ. ഓക്കെ. ഇത് ഫിഫ്ത്ത് ഇയറിലെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണെന്ന് നോക്കി നമ്മൾ ക്വസ്റ്റ്യനിൽ എഴുതി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രയാണ്? 4,43,705 ആണ് നമ്മുടെ റിട്ടേൺ ഡൗൺ വാല്യൂ. ലെസ്. ഓക്കെ. സ്ക്രാപ്പ് വാല്യൂ നമ്മൾ ലെസ് ചെയ്തു. വിറ്റ വില എത്രയാണ്? സ്ക്രാപ്പ് വാല്യൂ 1 ലക്ഷമാണ്. അപ്പോൾ 4,43,705 രൂപ വിലയുള്ള സാധനം നമ്മൾ വിറ്റത് 1 ലക്ഷത്തിനാണ്. അപ്പോൾ ബാക്കി ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എന്താണ്? ലോസ് ഓൺ സെയിൽ എന്ന് പറയുക. അപ്പോൾ ലോസ് ഓൺ സെയിൽ എത്രയാണെന്ന് മനസ്സിലായോ? ലോസ് ഓൺ സെയിൽ 3,43,705 രൂപയാണ്.
ഓക്കെ, ഇതിൻ്റെ 35% ടാക്സ് സേവിങ് ഓൺ ലോസ് ഓൺ സെയിൽ വരിക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്താണ് 5th സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ലോസ് ഓൺ സെയിൽ, അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലോ വരാനുള്ള 3 ഐറ്റവും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 1 ഇൻട്രസ്റ്റ്, 2 ഡിപ്രീസിയേഷൻ, 3 5ാമത്തെ വർഷം മാത്രം കിട്ടുന്ന ലോസ് ഓൺ സെയിൽ. മനസ്സിലായോ? ഇനി നമ്മൾ മെയിൻ ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കാൻ പോവാം. അഥവാ 5th സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പാണിത്, സ്റ്റെപ്പ് 5. ഓക്കെ, ഇതിൽ വെച്ചിട്ട് നമ്മൾ ബോറോ ആൻഡ് ബൈ ഓപ്ഷനിൽ എത്രയാണ് നമ്മുടെ എന്താണ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ അണ്ടർ പ്രസന്റ് വാല്യൂ കേട്ടോ, പ്രസന്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ അണ്ടർ ബോറോ ആൻഡ് ബൈ ഓപ്ഷൻ. ബോറോ ആൻഡ് ബൈ ഓപ്ഷൻ, ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് കണ്ടുപിടിക്കേണ്ട ഇത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താണ് എത്ര കോളം വരയ്ക്കണം എന്ന് നമുക്ക് നോക്കാം. അത് ആദ്യത്തെ ഇയർ കോളം ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണി നോക്കുക. ആദ്യത്തെ ഇയർ കോളം, കാരണം ഓരോ ഇയറിലെയും പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇയർ കോളം വരച്ച് ഓരോ കൊല്ലത്തെ ഔട്ട്ഫ്ലോയും കണ്ട് അതിൻ്റെ പ്രസന്റ് വാല്യൂ ഒക്കെ കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇയർ കോളം ആദ്യം വേണം. ഇനി നമ്മുടെ മെയിൻ ഔട്ട്ഫ്ലോ കോളം ഒരെണ്ണം വേണം. എന്താ വേണ്ടത്? ഔട്ട്ഫ്ലോ കോളം വേണം. ഔട്ട്ഫ്ലോ നമ്മുടെ എന്താണ് ഇവിടെ? ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇവിടെ ഈ കണക്കിൽ ഒരൊറ്റ ഔട്ട്ഫ്ലോയേ ഉള്ളൂ, ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ അതാണ് ഒരു കോളം. ഓക്കെ, മെയിൻ ഔട്ട്ഫ്ലോ. ഇനി രണ്ടാമത്തെ ഉണ്ടെങ്കിൽ അടുത്ത ഇവിടെ എഴുതണം. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് നെറ്റ് എന്താണ് ടോട്ടൽ ഔട്ട്ഫ്ലോ എത്രയാണെന്ന് ഇവിടെ 3ാമത്തെ കോളം എഴുതണം. ഇവിടെ ഒരൊറ്റ ഔട്ട്ഫ്ലോയേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ കോളം കൊടുത്തു. ഇനി നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് 2 എല്ലാ കൊല്ലവും വരുന്ന 2 ഇൻഫ്ലോസ് ഉണ്ട്. 1 ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് സേവിങ്ങും 2 ഡിപ്രീസിയേഷൻ്റെ ടാക്സ് സേവിങ്. അപ്പോൾ നമ്മൾ അടുത്ത കോളത്തിൻ്റെ ഹെഡിങ് കൊടുത്തു ടാക്സ് സേവിങ്. ഓക്കെ, മെയിൻ ഹെഡിങ് കൊടുത്തു. അതിനെ 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു. എന്താണ്? 1 ടാക്സ് സേവിങ് 35% പെർസെൻറ്റേജ് ടാക്സിൻ്റെ, അത് 1 ഇൻട്രസ്റ്റിനും 2ാമത്തത് ഡിപ്രീസിയേഷനും. അപ്പോൾ അത് എന്താണ്? ഫസ്റ്റ് കോളം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തു, സെക്കൻഡ് കോളം ഔട്ട്ഫ്ലോ കോളം. ഇനി തേർഡ് കോളത്തിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തു. ഇതാണ് തേർഡ് കോളം. അതിനെ സബ് ഡിവൈഡ് ചെയ്തു. തേർഡ് കോളത്തിനെ 1 ഇൻട്രസ്റ്റിനുള്ള കോളവും 1 ഡിപ്രീസിയേഷനുള്ള കോളവും. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇത് രണ്ടും ഇൻഫ്ലോസ് ആണ് കേട്ടോ. ഇത് രണ്ടും എന്താണ്? ഇൻഫ്ലോസ് ആണ്. ഈ ഔട്ട്ഫ്ലോന്ന് ഈ 2 ഇൻഫ്ലോസും ലെസ് ചെയ്തിട്ട് നെറ്റ് ഔട്ട്ഫ്ലോ എഴുതാനൊരു കോളം. നെറ്റ് ഔട്ട്ഫ്ലോ എഴുതാനൊരു കോളം. അപ്പോൾ ക്ലിയർ ആയോ? നെറ്റ് ഔട്ട്ഫ്ലോ ആണ് എന്താണ് അടുത്ത കോളം വരയ്ക്കേണ്ടത്. എന്നിട്ട് അടുത്തത് PV ഫാക്ടർ കോളം. ദെൻ ലാസ്റ്റ് കോളം പ്രസന്റ് വാല്യൂ ഓഫ് നെറ്റ് ഔട്ട്ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കോളംസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ കോളം ഓക്കെ ആയോ? എന്താണ് ഇയർ കോളം ഔട്ട് എന്താണ്? അപ്പോൾ ഇയർ കോളത്തിൽ ഫസ്റ്റ് ഇയർ നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മുടെ ഔട്ട്ഫ്ലോ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് നോക്കിയാൽ നമ്മളെല്ലാം കണക്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്. ഇൻസ്റ്റാൾമെൻറ്റ് 2,84,333. അപ്പോൾ നമ്മൾ എഴുതി ഇൻസ്റ്റാൾമെൻറ്റ് എഴുതി 2,84,333. അതാണ് നമ്മുടെ ആദ്യത്തെ കൊല്ലത്തെ ഔട്ട്ഫ്ലോ. ശ്രദ്ധിക്കണം. ഇനി നോക്കിയേ അടുത്ത അതിൽ ടാക്സ് സേവിങ് നമുക്ക് കണ്ടുപിടിക്കണം. ടാക്സ് സേവിങ് എന്തിൻ്റെ മുകളിൽ? ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ടാക്സ് സേവിങ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ടാക്സ് സേവിങ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ? ഇൻട്രസ്റ്റ് എത്രയാണ് നോക്കിയേ? 1,30,30,000 രൂപയിലെ ഇൻട്രസ്റ്റ്. ആ 1,30,30,000 രൂപയുടെ മുകളിൽ നമുക്ക് 35% എന്താണ് ടാക്സ് സേവിങ് വരണത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്നാമത്തെ നമുക്കിവിടെ ബ്രാക്കറ്റിൽ കാണിച്ചിട്ട് തരാം. 1,30,30,000 മുകളിൽ 1,30,30,000 മുകളിൽ 35% എന്ന് പറഞ്ഞാൽ എത്രയാ വരണേ നോക്കിയാൽ 45,500 രൂപയാണ് ടാക്സ് സേവിങ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് ടാക്സ് സേവിങ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ഇവിടെ കാണാം അതിൻ്റെ 35%. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ടാക്സ് സേവിങ്ങും ഇതുപോലെ കാണണം. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഇയറിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് നോക്കി നോക്കിയേ? 1,50,000 ആണ് ഡിപ്രീസിയേഷൻ. അതിൻ്റെ മുകളിൽ ടാക്സ് സേവിങ് 35%. ഓക്കെ, അപ്പോൾ 1,50,000 മുകളിൽ 35% എന്ന് പറഞ്ഞാൽ 52,500. അത് നമ്മൾ
ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ഔട്ട് ഫ്ലോയിൽ നിന്ന് ഈ രണ്ട് ഇൻഫ്ലോയും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഔട്ട് ഫ്ലോ കിട്ടും. അപ്പോൾ നെറ്റ് ഔട്ട് ഫ്ലോ എത്രയാണ് വരണേ നോക്കിയേ, 1,86,333 നെറ്റ് ഔട്ട് ഫ്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ PV ഫാക്ടർ 12% എടുക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത്. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഇത്ര പെർസെൻറ്റേജ് എടുക്കാനാണ് പറഞ്ഞേക്കണേ, 12% എടുക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്ത് എടുക്കണം, 12%ൻ്റെ PV ഫാക്ടർ കാണണം. അവിടെ ടേബിൾ നോക്കിയാൽ നമുക്ക് കിട്ടും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ടേബിൾ 1 എടുക്കാം. ടേബിൾ 1ൽ എന്താണ് 12% ഫസ്റ്റ് ഇയറിൽ വരിക 0.893 ആണ്. 0.893. ഓക്കെ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1,66,395 കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ഇയറിൽ ഇതുപോലെ തന്നെ ചെയ്യുക. സെക്കൻഡ് ഇയറിൽ നോക്കിയാൽ സെക്കൻഡ് ഇയറിൽ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് 2,84,333 ആണ്. അതിൽ ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് സേവിങ് ആണ്. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം, 1,09,937 ആണ്. അതിൻ്റെ 35%. അതിൻ്റെ 35% എന്ന് പറഞ്ഞാൽ 38,478 ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് നോക്കുക. സെക്കൻഡ് ഇയറിൽ ഡിപ്രീസിയേഷൻ നോക്കുക. എത്ര ഡിപ്രീസിയേഷൻ, 1,27,500. അതിൻ്റെ മുകളിൽ എത്ര ശതമാനം, 35% കേട്ടോ സെക്കൻഡ് ഇയറിൽ. അപ്പോൾ 1,27,500ൻ്റെ 35% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44,625. ഓക്കെ, അത് നമ്മൾ രണ്ടും ഈ ഔട്ട് ഫ്ലോ നിന്ന് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 2,84,333 ഇതും കുറയ്ക്കുക ഇതും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ 2,01,230 കിട്ടും. ഇതാണ് നമ്മുടെ നെറ്റ് ഔട്ട് ഫ്ലോ. അതിനെ PV ഫാക്ടർ കൊണ്ട് ഗുണിക്കുക. PV ഫാക്ടർ എന്താണ്, സെക്കൻഡ് ഇയറിലെ 12%ൻ്റെ PV ഫാക്ടർ 0.797 ആണ്. അതുകൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1,60,380. 1,60,380. ഇനി മൂന്നാമത്തെ വർഷം നോക്കാം. മൂന്നാമത്തെ വർഷത്തിൽ 2,84,333 നമ്മുടെ ഔട്ട് ഫ്ലോ വരുന്നത്. അതിന് ഇൻട്രസ്റ്റ് നോക്കിയാൽ തേർഡ് ഇയറിൽ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു, 87,265. ആ 87,265ൻ്റെ 35% എന്ന് പറഞ്ഞാൽ 30,543. ഇനി തേർഡ് ഇയറിൻ്റെ ഡിപ്രീസിയേഷൻ നോക്കാം, 1,08,375. അതിൻ്റെ 35% എന്ന് പറഞ്ഞാൽ 37,931. ഓക്കെ, അത് കണ്ടുപിടിച്ചു. അത് രണ്ടും ഈ ഔട്ട് ഫ്ലോ എന്ന് നമ്മൾ കുറച്ചു. ഇത് രണ്ടും കുറച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2,15,859 ആണ്. ഓക്കെ, അത് PV ഫാക്ടർ ആയ 0.712 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 1,53,692 ആണ്. ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഫോർത്ത് ഇയറിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഫോർത്ത് ഇയറിൽ എന്താണ് നമ്മുടെ ഔട്ട് ഫ്ലോ 2,84,333. ഇൻട്രസ്റ്റ് നമുക്ക് ഫോർത്ത് ഇയറിൽ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട്. ഫോർത്ത് ഇയറിൽ ഇൻട്രസ്റ്റ് 61,646 ആണ്. അതിൻ്റെ 35% കേട്ടോ. അപ്പോൾ 21,576, 35% കിട്ടും. ഇനി ഡിപ്രീസിയേഷൻ ഫോർത്ത് ഇയറിൽ എന്താണ് 92,119 ആണ്. അതിൻ്റെ 35% എന്ന് പറഞ്ഞാൽ 32,242 കിട്ടും. അപ്പോൾ അത് രണ്ടും നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് കുറച്ചാൽ നമുക്ക് 2,30,515 കിട്ടും. അതിനെ എന്താണ് PV ഫാക്ടർ ആയ 636 കൊണ്ട് 0.636 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1,46,608 കിട്ടും. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇയർ ഫിഫ്ത്ത് ഇയറിൽ ഇതേ ഇൻസ്റ്റാൾമെൻറ്റിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഇൻട്രസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണ് വരിക നോക്കിയേ, അഞ്ചാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് 32,817 ആണ്. അതിൻ്റെ 35%, അതായത് 11,486. ഇനി അതിൻ്റെ ഡിപ്രീസിയേഷൻ നോക്കിയ ഫിഫ്ത്ത് ഇയറിൽ 78,301 ആണ്. അതിൻ്റെ 35%, 27,405.
ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അതിന് മൈനസ് ചെയ്താൽ 2,45,442 കിട്ടും. അതിനെ അഞ്ചാമത്തെ കൊല്ലത്തെ PV ഫാക്ടറായ 0.567 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1,39,166 കിട്ടും. ഓക്കെ, ഇത്രയാണ് ടോട്ടൽ നമുക്ക് വരുന്ന ഔട്ട്ഫ്ലോ. അത് ഔട്ട്ഫ്ലോ ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടി? 7,66,241 കിട്ടും. ഇതിൽ 2 ഇൻഫ്ലോയെ നമ്മൾ കുറച്ചിട്ടുള്ളൂ. ഇനി അഞ്ചാമത്തെ കൊല്ലം എന്താണ് ഇൻഫ്ലോ നമുക്ക് വേറെ വരുന്നുണ്ട്. ഒന്ന് സ്ക്രാപ്പ്, വിറ്റ് കിട്ടിയ കാശ് നമുക്ക് ഇൻഫ്ലോ ആണ്, കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ സ്ക്രാപ്പിൻ്റെ പ്രസൻറ്റ് വാല്യൂവും കുറയ്ക്കണം, അതുപോലെ ടാക്സ് സേവിങ് ഓൺ ലോസ് ഓൺ സെയിലിൻ്റെ പ്രസൻറ്റ് വാല്യൂവും കുറയ്ക്കണം. ഇത് രണ്ടും കൂടിയും കുറച്ചാലാണ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കുറയ്ക്കണോ? ലെസ് 5th ഇയറിൽ നമ്മുടെ എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് സ്ക്രാപ്പ്, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് സ്ക്രാപ്പ് കുറയ്ക്കണം. അതിൽ സ്ക്രാപ്പ് എത്രയാണ് കിട്ടിയത്? 5th ഇയറിലാണ് കേട്ടോ അത് വരിക. ഒരൊറ്റ കൊല്ലമേ വരുന്നുള്ളൂ, അതാണ് അവസാനം ചെയ്യണത്. എല്ലാ കൊല്ലം വരണമെങ്കിൽ നമുക്ക് ഈ ടേബിളിൻ്റെ ഉള്ളിൽ പെടുത്തായിരുന്നു, അത് വരാത്തതുകൊണ്ടാണ് നമ്മൾ അവസാനം എന്താണ് ഈ ടോട്ടലിൽ നിന്ന് അത് കുറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ക്രാപ്പ് 1,00,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അഞ്ചാമത്തെ കൊല്ലം 1,00,000 രൂപ കിട്ടണം. അപ്പോൾ ഇന്നത്തെ വില നോക്കാൻ 0.567 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 56,700 രൂപ. അത്രയും നമ്മുടെ ചിലവ് കുറഞ്ഞുവല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് ലെസ്, അടുത്ത ഒരെണ്ണം കൂടി ലെസ് ചെയ്യാനുണ്ട്. എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ടാക്സ് സേവിങ് ഓൺ ലോസ് ഓൺ സെയിൽ. ഓക്കെ, ടാക്സ് സേവിങ് എന്തിൻ്റെ മുകളിൽ? ലോസ് ഓൺ സെയിലിൻ്റെ. ലോസ് ഓൺ സെയിൽ നമുക്കറിയാമല്ലോ എത്രയാണെന്ന്. ലോസ് ഓൺ സെയിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് 3,43,705. അതിൻ്റെ മുകളിൽ 35% കാണുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ മുകളിൽ എന്താണ് പ്രസൻറ്റ് വാല്യൂ കാണാൻ 0.567 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് വരണേ നോക്കി നോക്കിയേ. ഇവിടെ എന്താണ് ലോസ് ഓൺ സെയിൽ 35% കണ്ട 1,20,297 കിട്ടണം. അതേ ഇൻറ്റു 0.567 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 68,208. അതങ്ങോട്ട് ലെസ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 6,41,335. ഇതാണ് നമ്മുടെ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ അണ്ടർ ബോറോയിങ് ഓപ്ഷൻ. പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ അണ്ടർ ബോറോയിങ് ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ്റെ ആൻസർ കിട്ടിയോ എത്രയാണ്? ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 5 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യേണ്ടത്. ഇതാണ് പണി നമുക്ക് കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആയോ? ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ്റെ ആൻസറിനേക്കാൾ കൂടുതലാണോ കുറവാണോ സെക്കൻഡ് ഓപ്ഷൻ്റെ നോക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞേക്കണത് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ എന്താ പറഞ്ഞേക്കണത്? ലീസിനാണ് എടുക്കുന്നത്. 5 വർഷത്തേക്കുള്ള ലീസ് പീരീഡിൽ ലീസിങ്ങിനാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലീസ് ഓപ്ഷൻ ചെയ്ത് നോക്കിയാലോ? ഇത് നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. കാരണം എല്ലാ കൊല്ലത്തെയും ഏകദേശം ഫിഗറുകളൊക്കെ സെയിം ആയതുകൊണ്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എടുത്തു കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ എന്താ? സെക്കൻഡ് ഓപ്ഷൻ ലീസ് ഓപ്ഷനാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലീസ് ഓപ്ഷനിൽ എത്രയാണ് നമ്മുടെ ഔട്ട്ഫ്ലോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ മെയിൻ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ലീസ് റെൻ്റലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി ലീസ് റെൻ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും കൊടുക്കുന്നത് സെയിം ആയതുകൊണ്ട് നമുക്കൊരൊറ്റ ഫിഗർ ഇട്ടാൽ മതി. ആനുവൽ ലീസ് റെൻ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? ആനുവൽ ലീസ് റെൻ്റൽ എന്ന് പറയുന്നത് ഇയർലി റെൻ്റൽ എന്ന് പറയുന്നത് 3,30,30,000 ഓക്കെ. അപ്പോൾ അത് നമുക്ക് ലീസ് റെൻ്റിൽ 3,30,000 അതിൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ കൊല്ലം ലീസ് റെൻ്റിൽ P&L ഡെബിറ്റ് ചെയ്യാവുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ ടാക്സ് സേവിങ് കിട്ടും. അപ്പോൾ ലെസ് ടാക്സ് സേവിങ് എല്ലാ കൊല്ലവും സെയിം ആയതുകൊണ്ട് ഒറ്റ കൊല്ലം ചെയ്താൽ മതി കേട്ടോ. ടാക്സ് സേവിങ് ഓൺ ലീസ് റെൻ്റൽ എത്രയാ? 3,30,000 മുകളിൽ 35% ടാക്സ് സേവിങ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,15,500 എല്ലാ കൊല്ലവും ടാക്സ് സേവിങ് കിട്ടും. അപ്പോൾ അത് കുറച്ച് ബാക്കി 2,14,500 നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ? നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ.
എല്ലാ കൊല്ലവും ഔട്ട്ഫ്ലോ ഇത്രയാണ് വരണം. അതിനെ നമുക്ക് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി പറയാം കേട്ടോ. ഇവിടെ എല്ലാ കൊല്ലവും ഔട്ട്ഫ്ലോ സെയിം ആയതുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ആനുവിറ്റി PV ഫാക്ടർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ അണ്ടർ ലീസ് ഓപ്ഷൻ. ഓക്കെ, ലീസ് ഓപ്ഷനിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനെന്ത് ചെയ്താൽ മതി? നെറ്റ് ക്യാഷ് അതാണ് 2,14,500 ഇൻറ്റു ആനുവിറ്റി PV ഫാക്ടർ മതി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്ന് നോക്കാം. ആനുവൽ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്ന് നോക്കാം. അത് എന്താണ്? ഇൻറ്റു ആനുവിറ്റി PV ഫാക്ടർ ചെയ്താൽ മതി. അപ്പോൾ 2,14,500 ഇൻറ്റു ആനുവിറ്റി PV ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് എളുപ്പമാണ് എന്നാണ്. ഒന്നെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിച്ച ആനുവിറ്റി ടേബിളിൽ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്താൽ ആനുവിറ്റി PV ഫാക്ടറായി. ഓക്കെ, ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്താൽ ആനുവിറ്റി PV ഫാക്ടറായി. അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ എടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 2 ആനുവിറ്റി ടേബിൾ എന്ന് പറഞ്ഞ ടേബിൾ 2 എടുക്കാം. ഇവിടെ 12% വേണ്ടത്. ടേബിൾ 2ൽ 12% എത്രയാണ്? 5-ാമത്തെ വർഷം എത്രയാണെന്ന് നോക്കുക. 5-ാമത്തെ വർഷം 12% എത്രയാണെന്ന് നോക്കുക. 3.6048. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആനുവിറ്റി PV ഫാക്ടർ. 12% നമ്മുടെ PV ഫാക്ടറിൻ്റെ ടേബിളിൽ ഉപയോഗിച്ചിരിക്കണം. അതുകൊണ്ടാണ് അതെടുത്തത്. അപ്പോൾ 3.6048. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ അണ്ടർ ലീസ് ഓപ്ഷൻ കിട്ടി. എത്രയാണ് കിട്ടണമെന്ന് നോക്കി നോക്കിയേ. 7,73,230 കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ കാശ് കൂടുതലാണ്. കണ്ടോ? 7,73,230. ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് കിട്ടിയത് എത്രയാണ്? 6,63,335. അപ്പോൾ ഏറ്റവും കുറവ് എത്രയാണ്? ഔട്ട്ഫ്ലോ ഏറ്റവും കുറവ് ബോറോ ആൻഡ് ബൈ ഓപ്ഷൻ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതാം? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഔട്ട്ഫ്ലോ എന്ന് പറയണത് എത്ര കിട്ടി? 41,335 കിട്ടിയത്. ഇനി സെക്കൻഡ് ഓപ്ഷനിലോ? സെക്കൻഡ് ഓപ്ഷനിൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 7,73,230. അപ്പോൾ ഇതിലേറ്റവും കുറവ് ഏതാ? ഫസ്റ്റ് വൺ അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ റെക്കമെൻഡ് ചെയ്യാം. മനസ്സിലായോ? അതായത് ബോറോ ആൻഡ് ബൈ ഓപ്ഷൻ ഈസ് റെക്കമെൻഡഡ്. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ 2 ഓപ്ഷനും നമ്മൾ ചെയ്തു. എന്നിട്ട് ഏറ്റവും കുറവ് ഔട്ട്ഫ്ലോ ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ കുറച്ച് പണി കൂടുതലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് കുറച്ചും കൂടി എളുപ്പമാണ്. ഇതിൽ വേറെ ഒന്നും എക്സ്ട്രാ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.